മറ്റൊരു വാർത്തയിലേക്ക്. ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ ബലാത്സംഗ കേസിന്റെ തുടർ നടപടികൾക്ക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിച്ചതിൽ പ്രതികരണവുമായി സിസ്റ്റർ റാണിറ്റ്. ആവശ്യം അംഗീകരിച്ചതിൽ നന്ദിയെന്നാണ് സിസ്റ്റർ റാണിറ്റിന്റെ പ്രതികരണം. സർക്കാരിനും മുഖ്യമന്ത്രിക്കും പൊതുസമൂഹത്തിനും നന്ദി. ആവശ്യപ്പെട്ട ആളെ തന്നെയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചതെന്നും സിസ്റ്റർ വ്യക്തമാക്കി. ഞങ്ങളുടെ കേസിൻ്റെ തുടർ നടപടികൾക്കായിട്ട് ഞാനൊരു പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നൽകിയതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാർ നൽകി. സർക്കാരിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. മുഖ്യമന്ത്രിയോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ഓരോ മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. കൂടാതെ ഇതറിഞ്ഞ് സമൂഹത്തിൽ ഒത്തിരി നല്ല മനുഷ്യർ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒപ്പുശേഖരണം നടത്തുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. ഒന്ന് സ്പീഡപ്പ് ചെയ്യാനായിട്ട് ഓരോ പൊതുസമൂഹത്തിനോടും ഞാൻ നന്ദി പറയുന്നു. മുൻ നിയമ സെക്രട്ടറി അഡ്വക്കേറ്റ് BG ഹരീന്ദ്രനാഥിനെയാണ് കേസിൽ പബ്ലിക് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിക്കാൻ മുഖ്യമന്ത്രി ഇന്നലെ നിർദ്ദേശം നൽകിയത്. എന്തായാലും ഈ കേസിൽ നിർണായകമാണ്. കേരളത്തിൻ്റെ അതിജീവിതകളുടെ ചരിത്രത്തിൽ വലിയ പോരാട്ടം നടത്തിയ വ്യക്തി കൂടിയാണ് സിസ്റ്റർ റാണിറ്റ്. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ കേസുമായി ബന്ധപ്പെട്ട് ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് നിലപാടെടുത്ത വ്യക്തി കൂടിയാണ് സിസ്റ്റർ റാണിറ്റ് എന്ന പ്രത്യേകതയുമുണ്ട്. കാരണം കത്തോലിക്ക സഭയ്ക്കകത്ത് നിന്നുകൊണ്ട് വലിയ പോരാട്ടം നടത്തി ഗതികേടിന് ഒടുവിൽ അവിടെ നിന്ന് പുറത്തിറങ്ങേണ്ടി വരുന്നു. അങ്ങനെ ഉള്ള നിരവധി സങ്കീർണ വഴികളിലൂടെ യാത്ര ചെയ്ത ആളാണ്. കുടുംബത്തിനെതിരെയും വ്യക്തിപരമായും ഒക്കെ നിരവധി അധിക്ഷേപങ്ങളെ നേരിട്ടുകൊണ്ട് ഒരു കത്തോലിക്ക സഭയുടെ സന്യാസിനി എന്ന ചുമതലയിൽ നിന്നുകൊണ്ട് അതിനകത്തിരുന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ പോരാട്ടമാണ്. സിസ്റ്റർ റാണിറ്റിന് നീതി നൽകുന്നില്ല. സർക്കാരൊക്കെ ആദ്യം പിന്തുണയുണ്ട് എന്ന് പറഞ്ഞാലും പിന്നീട് അവർക്ക് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും നിയമിക്കാൻ സർക്കാർ തയ്യാറായില്ല എന്ന ആക്ഷേപം ഉയർന്നതാണ്. ഒടുവിൽ അത് മാധ്യമങ്ങളോടടക്കം തൻ്റെ പരാതി തുറന്നു പറയുന്ന ഘട്ടത്തിൽ സർക്കാർ വേഗത്തിൽ ഇടപെടുകയാണ്. അങ്ങനെ അവരാവശ്യപ്പെട്ട അഡ്വക്കേറ്റ് BG ഹരീന്ദ്രനാഥിനെ തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കുന്നു. അങ്ങനെ അതിജീവിതകളുടെ ആവശ്യം അവർ ചൂണ്ടിക്കാണിക്കുന്ന അഭിഭാഷകരെ പബ്ലിക് പ്രോസിക്യൂട്ടറാക്കുകയാണ് സാധാരണ സർക്കാരിൻ്റെ പതിവ്. ഇതിലും സംഭവിച്ചത് അതാണ്. മുമ്പ് നടിയെ ആക്രമിച്ച കേസിലും അതിജീവിത ഉയർത്തിക്കാട്ടിയ അഭിഭാഷകയെ തന്നെയാണ് നേരത്തെയും നിയോഗിക്കപ്പെട്ടിരുന്നത്. ഇതിന് സമാനമായി തന്നെയാണ് ഇവിടെയും ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും സിസ്റ്റർ റാണിറ്റിൻ്റെ പ്രതികരണമാണ്. സമൂഹത്തിനും സർക്കാരിനും നന്ദി പറയുന്നു റാണിറ്റ്. എന്തായാലും അവരുടെ നിർണായകമായ നീക്കങ്ങളാണ് ഇനി മുന്നിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.